എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ വഴി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വാഹനങ്ങളുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാറ്റ നെക്സോൺ എക്സ്എം വേരിയന്റിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ, അതോടൊപ്പം തന്നെ അതിന്റെ എക്സാക്ട് ഓർഡർ പ്രൈസിനെ കുറിച്ചുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തന്നെ ആദ്യ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ നേടിയ വാഹനമാണ് ടാറ്റ നെക്സോൺ. ഫ്രണ്ട് ലുക്കിൽ തന്നെ ബോണറ്റ് ഷെൽ ഏറിയിരിക്കുന്നതിനാൽ വലിയൊരു SUV ലുക്ക് ഇതിന് നൽകുന്നു. നെക്സോണിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റും ഒരു ഹാലജൻ ഹെഡ്ലാമ്പുമാണ് ഇതിൽ വരുന്നത്. സൈഡിൽ നിന്ന് ട്രൈ-ആരോ ഡിസൈനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള 2 DRLs. ഹെഡ്ലൈറ്റിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് തോന്നുന്ന വിധമാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ നിർമ്മാണം. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിന് താഴെയായി ട്രൈ-ആരോ ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന എയർ വെൻറ്റ്സ്. 2 ഹെഡ്ലൈറ്റ്സിൻ്റെയും ജോയിനിങ് എന്ന പോലെ ക്രോമിയം ബാർ കൊടുത്തിരിക്കുന്നു. ഇത് ഇതിൻ്റെ പ്രീമിയം ലുക്സിനെ വളരെയധികം കൂട്ടുന്നു. വണ്ടിയുടെ ഫോഗ് ലൈറ്റ്സിന് വശങ്ങളിലായാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഏറ്റവും താഴെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ട്രൈ-ആരോ ഡിസൈനോടുകൂടി നിറഞ്ഞ ഒരു എയർ വെൻറ്റ്. വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്ന വീലാർച്ചുകൾ വണ്ടിയുടെ SUV ലുക്ക് കൂട്ടാൻ നന്നായി സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ സൈഡുകളിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ക്ലാഡിംഗ് വണ്ടിയിൽ ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. ടാറ്റ നെക്സോണിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ എടുത്തു നിൽക്കുന്ന തരത്തിലുള്ള ആ ക്യാരക്ടർ ലൈൻസ് വണ്ടിക്കൊരു പ്രത്യേക ഭംഗിയേകുന്നു. മറ്റൊരു വണ്ടികളിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡിസൈനാണ്. വിൻഡോയുടെ താഴെ നിന്നും ഗ്രേ ലൈൻസ് വഴി നേരെ സി പില്ലറിൽ ചെന്ന് അതുവഴി ഒരു ബ്ലാക്ക് ഇൻസേർഷനോട് കൂടി ടെയിൽ ഗേറ്റിലോട്ട് പ്രവേശിക്കുന്ന ഗ്രേ ലൈൻസ്. ടെയിൽ ഗേറ്റിലേക്ക് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുണ്ട്. വാഷറിൻ്റെ നോസിൽസ് ഭംഗിയായി ബോണറ്റിലേക്ക് ടെക്ക്ഡ് അവേ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നെക്സോണിൽ A പില്ലറും B പില്ലറും C പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. C പില്ലറിലേക്ക് നോക്കുമ്പോൾ അതൊരു ഫ്ലോട്ടിംഗ് റൂഫിൻ്റെ ലുക്സ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നെക്സോൺ XMൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs ആണ് ലഭിക്കുന്നത്. ലോക്ക് ചെയ്യുമ്പോൾ തനിയെ ക്ലോസ് ആവുകയും അൺലോക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. XM വേരിയൻറ്റിൽ ബ്ലാക്ക് ORVMസും ബ്ലാക്ക് ഡോർ ഹാൻഡിൽസുമാണ് ലഭിക്കുക. മുകളിലേക്ക് വരുമ്പോൾ XM വേരിയൻറ്റിൽ സൺറൂഫ് അവൈലബിൾ അല്ല, പകരം ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ പിന്നിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുന്ന ട്രൈ-ആരോ ഡിസൈനിലുള്ള LED ടെയിൽ ലാംപ്സ് ആണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സ്പോയിലർ വന്നിട്ട് അതിനുള്ളിലാണ് ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായി ആൻറ്റിന കാണാം. പിന്നിലേക്ക് വരുമ്പോൾ വീണ്ടും ആ പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് കാണാം. അതിന് നടുവിലായാണ് ടാറ്റയുടെ ലോഗോ സ്ഥിതി ചെയ്യുന്നത്. അതിന് താഴെ നല്ല ബോൾഡായി നെക്സോൺ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിന് താഴെ ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിൽ കാണാം. XM വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടില്ല. വശങ്ങളിലായി കൊടുത്തിട്ടുള്ള റിഫ്ലക്റ്റേഴ്സിന് നടുവിലും ധാരാളം ട്രൈ-ആരോ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. ഒരു ഔട്ട്ലൈനിങ് ആയി പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. റിയർ ബമ്പറിൻ്റെ 2 വശങ്ങളിലായും ട്രൈ-ആരോ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നെക്സോണിൻ്റെ ഒരു സിഗ്നേച്ചറായാണ് കണക്കാക്കപ്പെടുന്നത്. നമ്പർ പ്ലേറ്റിൻ്റെ ഇരുവശങ്ങളിലായും 2 പാർക്കിംഗ് സെൻസേഴ്സും താഴെ ഒരു ഫോഗ് ലാമ്പിനുള്ള പോർഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്യൂവൽ ലിഡ് നോർമലി ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്യൂവൽ ലിഡ് ഓപ്പണിങ്ങിൻ്റെ ലിവർ ഡ്രൈവർ സീറ്റിൻ്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ടയറിലേക്ക് വരുമ്പോൾ ഇതിൽ 195/60 R16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. ഒരു വീൽ കപ്പോട് കൂടിയ ഒരു സ്റ്റീൽ വീലാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ റൂമിനെ പരിചയപ്പെടാം. കഴിഞ്ഞ ജനറേഷൻ നെക്സോണിൽ 1.2 ലിറ്റർ റെവോട്രോൺ ടർബോചാർജ്ഡ് 3 സിലിണ്ടർ എഞ്ചിൻ അറ്റ് 108 BH പവറും 170 Nm ടോർക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പവർ ഇൻക്രീസ് ആക്കി 118.3 BH പവർ അറ്റ് 5500 RPMലും 170 Nm ടോർക്കിലുമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. സെയിം വേരിയൻറ്റ് ഡീസലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 1.5 ലിറ്റർ റെവോടോർക്ക് ടർബോചാർജ്ഡ് 4 സിലിണ്ടർ എഞ്ചിനാണ് ടാറ്റ നെക്സോണിൽ ലഭിക്കുക. എഞ്ചിനിൽ നല്ല രീതിയിലുള്ളൊരു ഇൻസുലേഷനാണ് ഹുഡിൽ വന്നിരിക്കുന്നത്. കാര്യമായ ശബ്ദങ്ങളൊന്നും ക്യാബിനകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നത്. നെക്സോണിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ഇൻഡിപെൻഡൻറ്റ് ലോവർ വിഷ്ബോൺ മാക്ഫെർസൺ സ്ട്രട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. റിയറിലേക്ക് വരുമ്പോൾ സെമി ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്ഡ് പ്രൊഫൈൽ ട്വിസ്റ്റ് ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് ആൻഡ് ഷോക്ക് അബ്സോർബ്സ്. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 5.1 മീറ്ററാണ്. ഫ്രണ്ടിൽ ഡിസ്കും പുറകിൽ ഡ്രം ബ്രേക്സുമാണ് നെക്സോണിൽ ലഭ്യമാകുന്നത്.
വണ്ടിയുടെ ഗ്ലൗ ബോക്സിൽ കണ്ട പോലെ കുറച്ച് ഡ്രോയിങ്സ് പിന്നിലും കാണാം. ടാറ്റ നെക്സോണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3993 മില്ലിമീറ്ററും വിഡ്ത്ത് 1811 മില്ലിമീറ്ററും ഹൈറ്റ് 1606 മില്ലിമീറ്ററുമാണ്. നെക്സോണിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 209 മില്ലിമീറ്ററാണ്. വീൽ ബേസ് 2498 മില്ലിമീറ്ററും. കർബ് വെയിറ്റ് വരുന്നത് 1252 ആണ് നെക്സോൺ. വശങ്ങളിലായി ഡോർ ക്ലാഡിങ്സിലും ഒരു ട്രൈ ആരോ കട്ട് കാണാം. പിന്നെ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കടന്നിട്ട് അകത്തുള്ള വിശേഷങ്ങൾ പറയാം. ഫ്രണ്ട് ഡോർ ടെക്സ്റ്റൈൽ ബ്ലാക്ക് ഫിനിഷും മാറ്റ് ബ്ലാക്കും പോരാത്തതിന് ഒരു ഗ്രേ ഇൻസേർട്ടൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതിനുള്ളിലാണ് പവർ വിൻഡോ സ്വിച്ചസ്, പവർ വിൻഡോ ലോക്ക് അൺലോക്ക്. പിന്നെ ഡോർ ഓപ്പണിംഗ് ലിവറൊക്കെ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് ടൈപ്പിലെ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ട്യൂറ്റേഴ്സിൻ്റെ സൈഡിലാണ് ORVMസിൻ്റെ കൺട്രോൾ വരുന്നത് വിത്ത് ഫോൾഡിങ്. പിന്നെ ഇതിൽ ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ സാനിറ്റൈസേഴ്സൊക്കെ വെക്കാൻ തക്ക രീതിയിലുള്ളൊരു പോക്കറ്റുണ്ട്. പിന്നെ വണ്ടിയുടെ അകത്തേക്ക് നോക്കുമ്പോൾ സീറ്റ്സൊക്കെ ലെതർ സീറ്റ്സാണ്. അത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യിപ്പിച്ചേക്കാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നില്ല. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറാം. ഡോർ അടയ്ക്കുമ്പോൾ നല്ലൊരു തഡ് സൗണ്ടൊക്കെ ഉണ്ട്. ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് അത് എടുത്തു പറയുന്നത്. നെക്സോൺ XMൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഇതൊരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഗ്ലോസി ബ്ലാക്കും അതിൻ്റെ താഴെ ഒരു സിൽവർ ഇൻസേർട്ടും ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലെതർ സ്റ്റിച്ചിങ് ഇത് ആഫ്റ്റർ മാർക്കറ്റാണ്. അത് കഴിഞ്ഞ് സൈഡുകളിലേക്കാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഓട്ടോമാറ്റിക് അല്ല, നോർമലാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് നോക്കുമ്പോൾ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇതിൽ നമുക്ക് ടൈം, ഡ്രൈവ് മോഡ്, സിറ്റി, ഇക്കോ, സ്പോർട്സ് അങ്ങനെ 3 ഡ്രൈവ് മോഡ് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ താഴെ ഡോർ അജാർ വാർണിംഗ് ഒക്കെ ഉണ്ട്. മുകളിൽ അതിനാണ് സ്പീഡോമീറ്റർ, സൈഡിൽ RPM മീറ്റർ, റൈറ്റ് സൈഡിൽ ഫ്യൂവൽ ഗേജ്, മുകളിൽ എഞ്ചിൻ ടെമ്പറേച്ചർ, താഴെ ഓഡോമീറ്റർ, ഡിസ്റ്റൻസ് ടു MT. സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ മ്യൂസിക് സിസ്റ്റം. ഇത് ഹാർമൻ്റെ സിസ്റ്റമാണ്. 4 സ്പീക്കർ ഡോറിലും 2 ട്യൂട്ടേഴ്സ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് XM വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ സ്ക്രീൻ നമുക്ക് കിട്ടുന്നതല്ല. അത് വേണമെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് അല്ലാതെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോൾ നല്ല വീതിയേറിയ ഒരു ഡാഷ്ബോർഡാണ് കൊടുത്തേക്കുന്നത്. ഒരു ബ്ലാക്ക് ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടൊരു ഗ്രേ ഇൻസേർട്ടൊക്കെ ആയിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ടാണ് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നത്. ACകളുടെ ചുറ്റും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്, ഒരു ബോർഡർ പോലെ. സൈഡിലായാലും അങ്ങനെ ഒരു ഗ്ലോസി ബ്ലാക്ക് കൊടുത്ത് നല്ല മനോഹരമായ AC വെൻസാണ് സൈഡുകളിലും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫോഗ് ലാമ്പ് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നടുക്കാട്ട് ഹസാർഡ് ലൈറ്റ്സ്. അതിന് തൊട്ട് താഴെയുള്ള ഈ ബട്ടൺസ് എല്ലാം മീഡിയ കൺട്രോൾസിൻ്റെയാണ്. ഓൺ ഓഫ് ബട്ടൺ, വോളിയം, ഇതേപോലെ കണക്ടിവിറ്റിയുടെ സെലക്ട് മോഡും ഒക്കെ ചെയ്യുന്ന ബട്ടൺ. അതിന് തൊട്ട് താഴെയായിട്ടാണ് AC കൺട്രോൾസ് വരുന്നത്. ഒരു ഗ്ലോസി ഫിനിഷിന് നടുക്കായിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. അത് കാണാൻ നല്ല രസമുണ്ട്. ബട്ടൺസൊക്കെ നല്ല സ്മൂത്താണ് യൂസ് ചെയ്യാൻ. അതിന് ചുറ്റും ഒരു ക്രോമിയം ഇൻസെർട്ടൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതിനാഴെ ACയുടെ സ്വിച്ചുകളും പിന്നെ അതിന് താഴെയായിട്ട് കുറേ ഡമ്മി സ്വിച്ചുകളുടെ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടെയിൽ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഒരു USB കണക്ടിവിറ്റിയും പിന്നെ ഒരു 12 വോൾട്ട് സോക്കറ്റും. ഓക്സ് ഇതിൽ വരുന്നില്ല. പിന്നെ കുറച്ച് ചെറിയ സ്റ്റോറേജും ഉണ്ട്. അതിന് തൊട്ട് പിന്നിലായിട്ടാണ് ഗിയർ നോബ് വരുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. റിവേഴ്സ് നമ്മൾ കോളർ പൊക്കി ഇടാൻ. അതിന് തൊട്ട് പിന്നിലായി നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അതിന് സൈഡിലായിട്ടാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത്. അതിന് സൈഡിലും ഒരു 2 കപ്പ് ഹോൾഡേഴ്സ് വെക്കത്തക്ക രീതിയിലുള്ള ഒരു സ്പേസും തൊട്ട് പുറകിൽ ഒരു ചെറിയ സ്പേസും കൊടുത്തിരിക്കുന്നു. പിന്നെ നെക്സോണിൻ്റെ ഗ്ലൗ ബോക്സിലേക്ക് നോക്കുമ്പോൾ വളരെ ഡീപ്പായ ഒരു ഗ്ലൗ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ കൊള്ളും. പിന്നെ ഇതിനകത്തൊരു ഈസ്റ്റർ ഡ്രോയിങ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്കിൽ റിയർ ഗ്ലാസ് ഏരിയയുടെ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 കപ്പ് ഹോൾഡേഴ്സും പിന്നെ ചെറിയ ചെറിയ യൂട്ടിലിറ്റി കാർഡ്സ് ഒക്കെ വെക്കാനായാലും ഒരു സ്പേസ് ഉണ്ട് നല്ല ഡീപ്പായിട്ട്. വലിയൊരു വിൻഡ് സ്ക്രീനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡ്രൈവ് ചെയ്യുമ്പോൾ ബോണറ്റ് കണ്ട് തന്നെ വണ്ടി ഓടിച്ചു പോകാം.
മിററൊക്കെ നോർമൽ മിററാണ്, ഡേ നൈറ്റ് മോഡൊന്നുമില്ല. LED ക്യാബിൻ ലാമ്പാണ് ഇതിൽ വരുന്നത്. അതിന് മുകളിലൊരു സൺഗ്ലാസ് ഹോൾഡർ പോലൊരു ഇതും. ലെഫ്റ്റ് സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഇല്ല. റൈറ്റ് സൈഡിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. ഗ്രാബ് ഹാൻഡിൽസ് എല്ലാം സ്പ്രിംഗ് ലോഡഡാണ്, 3 സൈഡും വരുന്നുണ്ട്. സീറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള, നല്ല കുഷനിങ് ഉള്ള, നല്ല ഹഗ്ഗിങ് ആയിട്ടുള്ള സീറ്റുകളാണ് നമുക്കിതിൽ കിട്ടുന്നത്. താഴേക്ക് നോക്കുമ്പോൾ സൈഡിൽ ഒരു ഡെഡ് പെഡലുണ്ട്, അത് മാറ്റ് കിടക്കുന്നുണ്ട്, അത്ര ക്ലിയറായി കാണില്ല. കോ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ നല്ല നീറ്റായൊരു പാനലിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോ സ്വിച്ചും ഡോർ ഓപ്പണിങ്ങും, പിന്നെ ഇവിടെ ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഒരു അംബ്രല ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ട്യൂട്ടേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ 4 സ്പീക്കർ 4 ഡോർസിലായിട്ട് കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് കയറുമ്പോൾ അങ്ങനെ എളുപ്പം ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു 2 കിലോയുടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലഗേജൊക്കെ കുറച്ചൊക്കെ അവിടെ വെക്കാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങി ബാക്കിലത്തെ വിശേഷങ്ങൾ പറയാം. പിൻ സീറ്റിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഏരിയ ആണ്. ഇവിടെ പിടിക്കാൻ വലിയൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ പ്ലാസ്റ്റിക് ഫിനിഷ് ആയിട്ടുള്ള ഡോർ ഓപ്പണിങ്ങും, അങ്ങനെ പവർ വിൻഡോ സ്വിച്ചുകളും, പിന്നെ താഴെ അത്യാവശ്യം ചെറിയ സ്റ്റോറേജ് ഒക്കെ വെക്കാം. ഒരു 1 ലിറ്റർ ബോട്ടിൽ കയറും. പിന്നെ ഇതാണ് ഇതിൻ്റെ ആഘോഷം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ക്യാബിനാണ്. ഇതിനകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിയുമ്പോൾ വളരെ വിശാലമായ ഒരു ക്യാബിൻ ഏരിയയാണ് നെക്സോണിൽ കാണാൻ കഴിയുന്നത്. ലെഗ് റൂമിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് അത്യാവശ്യം മുമ്പോട്ട് കയറ്റിയിരിക്കുകയാണ്. നല്ല ലെഗ് റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അണ്ടർ തൈ സപ്പോർട്ടും വരുന്നുണ്ട് ഈ വണ്ടിയിൽ. അതിൽ തന്നെ അത് ഏറ്റവും പിന്നിലേക്ക് നീക്കിയിട്ടിരിക്കുകയാണ്. ഏറ്റവും പിന്നിലേക്ക് ഇടുമ്പോഴും അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം വരുന്നുണ്ട്. മൂന്നാമതിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ വ്യൂ ഇങ്ങനെയാണ് പിന്നിൽ നിന്ന് കിട്ടുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ XM മോഡലിൽ ഇവിടെ ചെറിയ സ്റ്റോറേജ് പോലെ കാണുള്ളൂ. ടോപ്പ് മോഡലുകളിൽ ഇവിടെ ഒരു AC വെന്റ് വരുന്നുണ്ട്. നെക്സോണിൻ്റെ ടെയിൽ ഗേറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ റിക്വസ്റ്റ് സെൻസർ ഇല്ല, അത് ടോപ്പ് മോഡലിലുള്ളതാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് അകത്തു നിന്നാണ്. ഇത് പിടിച്ച് താക്കാൻ വേണ്ടി ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് വരുമ്പോൾ വളരെ വിശാലമായ ഒരു ബൂട്ട് ഏരിയയാണ് കാണാൻ സാധിക്കുന്നത്. 350 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. സൈഡിലൊരു ചെറിയ ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പാർസൽ ട്രേ വരുന്നില്ല, അത് വേണമെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിലാണ്. നമ്മുടെ 16 ഇഞ്ച് സ്റ്റീൽ വീൽ തന്നെയാണ് ഇതിൽ വരുന്നത്. അതിനുള്ളിൽ വളരെ മനോഹരമായി തന്നെ എല്ലാം ടൂൾസും ജാക്കിയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ സൈഡിലാണ് വാർണിംഗ് ട്രയാങ്കിൾ നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ആദ്യ റിവ്യൂ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ പോരായ്മകൾ കാണും. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോകൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു.